டாக்டர் அன்சர் அலி ஐசிஆர் மயிலாடுதுறை. ஃபோன் நம்பர் அவர் உண்டு 944. டாக்டர் அன்சர் அலி 944 613 7302. ആദ്യമായിട്ട് കർഷക സുഹൃത്ത് ICR മയിലാടുംപാറ വന്നവർ കൈ പൊക്കുங்க, അവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട കാഴ്ചയും കണ്ട ആദ്യമായിട്ട് സാറ് സൂചിപ്പിച്ചതുപോലെ സായിൽ മണ്ണിന്റെ ഘടകമുണ്ടല്ല, മണ്ണിൽ കൂടുതലായിട്ട് നമുക്ക് ജൈവം ഉണ്ടാലേ വിജയിപ്പിക്കാൻ പറ്റും. ഇനി വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയുമോ? കാലാവസ്ഥ മാറ്റം. പണ്ട് നാം കേട്ടിട്ടുണ്ട്, നമ്മളുടെ പെരിയപ്പാവുക്ക് അവിടെ തോട്ടമുണ്ട് ഉടുമ്പൻചോലയിൽ. അദ്ദേഹം ഇപ്പോൾ 90 വയസ്സ്. അദ്ദേഹം പറയും പണ്ട് മഴ പറഞ്ഞ നൂലുമല 40 നമ്പർ നൂലുമല മെയ് മാസം മുടിഞ്ഞാലേ മഴ തുടങ്ങും. നൂലുമല പറഞ്ഞ് പിന്നെ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ പിന്നെ കുറച്ച് ഇടയ്ക്ക് ഗ്യാപ്പുണ്ട് ഓണം സമയത്ത്. പിന്നെ ഇനിയും ഒരു മാൺസൂൺ ഉണ്ട്. ഈ ഇടുക്കി എന്താണ് പ്രത്യേക കാലാവസ്ഥ അറിയുമോ? ഇടുക്കിയിൽ 2 മാൺസൂണും കിട്ടും. സൗത്ത് വെസ്റ്റ് മാൺസൂണും കിട്ടും, പിന്നെ തെലാമലയും പറയും, ആ മലയും കിട്ടും. ഭയങ്കര മലയുടെ ഒരു കാഴ്ചയായിരുന്നു ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ കൃഷി രീതി മാറി, കാലാവസ്ഥയും മാറി. ഇനി വരും കാലങ്ങളിൽ കാലാവസ്ഥ മാറ്റം സംഭവിക്കാനേ ഉള്ളൂ, അത് ഏറ്റുകൊള്ളണം. അപ്പോൾ കാലാവസ്ഥ മാറ്റം വരുമ്പോൾ അതിനെ രീതിയായിട്ട് നമ്മൾ മണ്ണിൽ കൂടുതൽ കെമിക്കൽ ഒഴിക്കാൻ പാടില്ല, ജൈവ രീതിയാക്കി പോകണം. മേലെ ചെടിക്ക് എത്ര കെമിക്കൽ വേണം കൊടുക്കാം, ചെടി താങ്ങും. പക്ഷെ മണ്ണുണ്ടല്ലേ, മണ്ണിന് വരുന്ന നമ്മളുടെ വയർ മാതിരി, വയറിൽ എത്ര pH ഉണ്ടോ നമുക്ക് കേരളത്തിലെ കുറവുണ്ട്. പക്ഷെ തമിഴ്നാട് ആന്ധ്ര ചെന്നുകളിൽ ആ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടല്ലേ, അവിടെ തൈര് എപ്പോഴും ഉണ്ട്. എന്താണ് അറിയുമോ? തൈരിൻ്റെ വയറ്റിൽ ചെന്നാൽ നമുക്ക് ഭയങ്കര ഇതുണ്ട്, അണുക്കൾ കൂടും. അപ്പോൾ ഏത് സമയത്താലും ദഹനം ഉണ്ടാകും. അതുപോലെ ഞാൻ പറയുന്നത്, ദയവായിട്ട് കർഷക സുഹൃത്തുക്കൾ മണ്ണിൽ കൂടുതലായിട്ട് ജൈവം ഉണ്ടാകും. കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് ഏതെങ്കിലും ഒരു ജൈവ രീതിയായിട്ട് പോയിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, മണ്ണ് ടെസ്റ്റ്. മണ്ണ് ടെസ്റ്റ് എത്ര പേര് ചെയ്തിട്ടുണ്ട്? കൈപ്പൊക്കും. അപ്പോൾ മണ്ണ് ടെസ്റ്റ് പറഞ്ഞാൽ വലം ചെയ്യും മുൻപ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തീർച്ചയായിട്ടും മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ICR മയിലാടുംപാറയിലെ ഈ മണ്ണ് ടെസ്റ്റ് സമയം ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ 1 ഏക്കർ 5 ഏക്കർ ഉണ്ടെങ്കിൽ 4 സ്ഥലത്തിൽ എടുത്താൽ മതി. സാമ്പിൾ എടുത്ത് അവിടെ കൊണ്ടുവന്നാൽ നമുക്ക് മണ്ണ് ടെസ്റ്റ് ഉണ്ട്. മണ്ണ് ടെസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് മാറി. മണ്ണിൻ്റെ ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് വളം ചെയ്യാൻ പാടും. കൂടുതൽ വളം ചെയ്യുന്ന കാര്യമില്ല, കൂടുതൽ കെമിക്കൽ. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സംഭവിച്ച എന്നറിയുമോ? എല്ലാ ആൾക്കാരും വിചാരിച്ച് ഭയങ്കര കെമിക്കൽ ഒഴിച്ചാൽ നമുക്ക് വിളവ് കിട്ടും. എപ്പോൾ കെമിക്കൽ ഒഴിച്ച്? ഡിസംബർ ജനുവരി ഭയങ്കര കെമിക്കൽ ചെയ്ത്, ഫെബ്രുവരിയിൽ ചെയ്ത്. അവരുടെ വിചാരം എന്താവും? മഴ സൂപ്പറായിട്ട് കിട്ടുമെന്ന് വിചാരിച്ച്. പക്ഷെ കാലാവസ്ഥ മാറിപ്പോയി. ഈ ഇട്ട കെമിക്കൽ മൊത്തം മണ്ണിൽ തന്നെ ഇരുന്ന് പോയി. മണ്ണിൻ്റെ കാഴ്ച മാറുന്നപ്പോൾ രോഗം കൂടി, പുതിയ കീടങ്ങൾ വരാൻ തുടങ്ങി. ഊറൻ ഉണ്ടല്ലോ, നേരത്തെ ഊറൻ ഒരു കീടമില്ല എല്ലാത്തിലും. ഇപ്പോൾ ഊറൻ വന്നു എല്ലാത്തിലും, ഊറൻ പ്രശ്നമായി. അതുപോലെ ചൊറി, നേരത്തെ ചൊറി പറഞ്ഞാൽ കായൽ മാത്രം ചൊറി ഉണ്ടായി. ഇപ്പം അങ്ങനെയില്ല, ചരത്തിലും ചൊറി, എല്ലാത്തിലും ചൊറി ഭയങ്കരമായിട്ട്. കാലാവസ്ഥ കൂടുമ്പോൾ നമുക്ക് ഈ മണ്ണ് ദയവിട്ട് കർഷകർ ഒരു തീരുമാനം എടുക്കണം. മണ്ണിൽ 80% ജൈവം ചെയ്യാം, ഒരു 20% രാസവളം ചെയ്യാം. പക്ഷെ കൂടുതൽ ജൈവം ചെയ്താലേ വിളവ് കിട്ടും. നിങ്ങളുടെ സെക്രട്ടറിക്ക് ഞാൻ ഇത് പറയാം, ഇതേ എല്ലാവരും തന്നെ 20 വർഷം 15 വർഷം കർണാടകയിൽ ഇട്ടിട്ടുണ്ട് ആൾക്കാർ. അവിടെ തനി കൃഷിയില്ല. കർണാടകയിൽ പറഞ്ഞാൽ ഏലം, മിളക്, പാക്ക് എല്ലാം ഉണ്ട്. അവർക്ക് ചിലവ് വളരെ കുറവാണ്. നിങ്ങൾ ഒരു ടൂർ അതിൽ ചെയ്താൽ നമുക്ക് ഏർപ്പാട് ചെയ്യാം. അവിടെ പോയി കണ്ടിട്ട് വരാം, ഫീൽഡ് കാണാം. കർണാടകയിലെ സൂപ്പറായിട്ട് നെല്ലാങ്ങി 20 വർഷത്തെ നെല്ലാങ്ങി. ചിലവ് ചോദിച്ചാൽ മാക്സിമം ഈ 2 ലക്ഷം തന്നെ വരുള്ളൂ ഏക്കർക്ക്. കെമിക്കൽ ഇല്ല, കായ് സൂപ്പറായിട്ട് എടുക്കും, ടെൻഷൻ ഒന്നുമില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നെല്ലാങ്ങിനെ അവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് മാത്രം ഇടുക്കിയിൽ ഭയങ്കര ടെൻഷൻ. 20-ാം ദിവസം കൊണ്ടുപോയി മരുന്നടിക്കും. അങ്ങനെ തന്നെ വളം ചെയ്യണം, എപ്പോഴും വിളവ് കിട്ടുന്നു. അവർക്ക് സൂപ്പർ ഈൽ കിട്ടുന്നത്. പക്ഷേ എന്നാ കാര്യം പറഞ്ഞാൽ കായിൻ്റെ കുറച്ച് സൈസ് കുറവാണ്. മറ്റവരി എല്ലാം ഉണ്ട്, 7 വരെ കായ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഒരു അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടൂറായിട്ട് പോയി കാണാം. ഒരു 5 സ്ഥലം കണ്ടാൽ മതി, നിങ്ങൾ മനസ്സിലാവും എങ്ങനെ ജൈവമായിട്ട് വിജയിപ്പിച്ച കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പറഞ്ഞില്ല,
മണ്ണിൽ ജൈവം കൊടുത്താലേ നമുക്ക് ഇത് വേണം. നെക്സ്റ്റ് കൂടുതൽ സമയം ICI മൈലാടുംപാറ നമുക്ക് ഉടുമ്പൻചോല പോവുകൾക്കുണ്ട്. കർഷകർ അവിടെ എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. നമ്പർ കൊടുത്തിട്ട് ലാൻഡ് ലൈൻ നമ്പർ തരാം, ബന്ധപ്പെട്ടാൽ നമുക്ക് സർവീസ് ഉണ്ട്. നെക്സ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഏല സാகுபடிയിൽ പൂച്ചിക്കൊല്ലി, ഇത് തമിഴിലെ ന്യൂസ് പേപ്പറാണ്. ഇത് എപ്പോൾ ഇട്ട് അറിയുമോ? 2012 തന്നെ ഇട്ട് ഏലത്തിലെ കീടനാശിനികൾ അളവ് കുറയ്ക്കണം. അപ്പോൾ കീടനാശിനി ഉപയോഗിക്കാം, അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാം ചെയ്യலாம். അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞ് 20 വർഷം 12 വർഷം മുൻപ് തന്നെ പറഞ്ഞ് കീടനാശിനി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിഷാംശങ്ങൾ ഉണ്ടാകും. വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ കായ് ഒരിക്കലും എക്സ്പോർട്ട് ഇല്ല, കയറ്റുമതി ഇല്ല. കയറ്റുമതി ഇല്ലാതെ എന്നാ ചെയ്യും? വില കുറയും. ഇപ്പോൾ തന്നെ 2600-700 വന്നിട്ടുണ്ട്. പക്ഷേ കയറ്റുമതി ബാധിച്ചാൽ എന്താകും? ഇന്ത്യയുടെ നെയിം മൊത്തം പോകും. ആരാണ് പറഞ്ഞത്? ഞങ്ങൾ തമിഴിൽ 2012 ഇട്ടിട്ടുണ്ട്. ഏലത്തിലെ കീടനാശിനിയിൽ കെമിക്കൽ പഞ്ചിസൈഡ്, ഇപ്പോൾ നീ പറഞ്ഞ ചേട്ടൻ പോമ പഞ്ചിസൈഡ് എല്ലാം ഒഴിവാക്കിയിട്ട് കറക്റ്റ് അളവ് കൊടുത്താലും മതി. അങ്ങനെയല്ല വിധിക്കും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ കേരളം പറഞ്ഞാൽ എന്താണ്? കേരളത്തിൻ്റെ ಇನ್ನೊരു പേര് ടൂറിസ്റ്റുകാർക്ക് എന്നാ പറയും? ഗാഡ്സ് ഓൺ കൺട്രി. അപ്പോൾ ഗാഡ്സ് ഓൺ കൺട്രി പറഞ്ഞാൽ ഗാഡ്സ് നിങ്ങൾ ബൈബിൾ എന്ന് പറയും സ്വർഗം, ഹെവൻ. ഹെവൻ തന്നെ. ഹെവനിൽ എങ്ങനെ കെമിക്കൽ വരും? പറയാൻ പാടുണ്ടോ? സത്യമായിട്ട് ഹെവനിലെ കെമിക്കൽ ഇല്ല. ഹെവൻ പറഞ്ഞാൽ എന്താണ്? ശുദ്ധ കാറ്റ്, ശുദ്ധ ജലം, ശുദ്ധ വായു. പക്ഷെ കേരളത്തിൽ എങ്ങനെ സംഭവിച്ചത്? ഇടുക്കിയില്ല ഏലകൃഷിയിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞത് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയും. ഈ മയിലാടുംപാറയ്ക്ക് പോകും മുൻപ് ഒരു സ്ഥലമുണ്ട്, പാറത്തോടും പറയും, ചിന്ന വില്ലേജ്. അവിടെ ആൾക്കാർ തമിഴ്ക്കാരാണ് മുക്കാൽസം. ആകപ്പാടുള്ളത് 500 ഫാമിലി. ചായ കട 4, മരുന്ന് കട എത്ര അറിയുമോ? 21 കട. ഈ കെമിക്കൽ മരുന്ന് കട. ഇനി നാളെ ഒരു കട ഉൾക്കാണോ ഇന്നലെ വിളിച്ച് സാറേ നാളെ വരണം. അപ്പോൾ 22. ഇപ്പം എങ്ങനെ വിജയിപ്പിക്കും? ഏലകൃഷി ആകപ്പാട് 500 കുടുംബം, സ്ഥലം തോട്ടം എല്ലാം ഉണ്ട്. പക്ഷെ 22 കടയും എങ്ങനെ അവർക്ക് പൈസ? അപ്പോൾ ഏലകൃഷിയിൽ കൂടുതൽ മരുന്ന് ഇടിക്കില്ല തന്നെ, മരുന്ന് ഉപയോഗം. അപ്പോൾ കർഷകർ പറയും സാറ് മരുന്ന് ഉപയോഗിച്ചാൽ കായ് കിട്ടാതെ. ഞങ്ങൾ പറയുന്നത് മരുന്ന് ഉപയോഗിക്കണം, കെമിക്കൽ ഉപയോഗിക്കണം. എങ്ങനെ പറഞ്ഞാൽ മണ്ണിലല്ലാതെ ചെടിയിൽ തന്നെ കെമിക്കൽ ഉപയോഗിക്കണം. കൂടുതലായിട്ട് നമുക്ക് മണ്ണിൽ ജൈവം ഉപയോഗിച്ചാൽ വിജയം കിട്ടും. ഇങ്ങനെ കാലാവസ്ഥ മാറ്റം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കാലാവസ്ഥ മാറ്റത്തിലേക്ക് നമ്മൾ മാറി ചെന്നാലേ വിജയിപ്പിക്കാമുള്ളൂ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഏലം പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടല്ല, ഒരു 20-30 വർഷം മുൻപ് ഏലത്തിലുള്ള ഇനം എന്നാ പറയും? വലുക്ക, മൈസൂർ, ഭയങ്കര ഇനമാണിത്, നാടൻ ഇനം. അപ്പോൾ ആ നാടൻ ഇനങ്ങളിൽ ഒരിക്കലും ചൊടിക്കോ തണ്ടുകളെപ്പാടുക്കോ വേർപ്പുഴു നെമാവര ഇലപ്പേൻ എതുക്കും മരുന്നില്ല. ആകപ്പാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരും, കായെടുക്കും, ആ പാലയിൽ ഉണക്കും, പിന്നെ കൊണ്ടുപോകും. അതാണ് കൃഷി രീതിയാണ്. വലുക്ക, മൈസൂർ കായ് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റായി കിട്ടും. ഞാൻ പറഞ്ഞില്ല എൻ്റെ പെരിയപ്പ അവർ പറയും മൈസൂർ കായിൽ എടുക്കുമ്പോൾ തന്നെ തലത്തലാൻ തങ്കമാരി തിരക്കുന്നു. പുള്ളി ഇപ്പോൾ ഒരിക്കലും നെല്ലാനിക്കായി കയ്യിൽ എടുക്കത്തില്ല. പറഞ്ഞ് വേണ്ട, നെല്ലാനിക്കായി വേണ്ട, എടുത്താൽ എൻ്റെ കയ്യിൽ മരുന്ന് വരുന്നു പറയും. അപ്പോൾ അങ്ങനെയുള്ള കൃഷി രീതി മാറിനപ്പോൾ ഇനവും മാറി. ഏലത്തിൻ്റെ ഇനം നെല്ലാണിയായി. നെല്ലാണി ആകുമ്പോൾ എല്ലാവരും വിചാരിച്ച് കെമിക്കൽ ഉപയോഗിച്ചാലേ നമുക്ക് കൂടുതൽ വിളവ് കിട്ടും. ആ കെമിക്കൽ ഉപയോഗിക്കും സമ്മതിച്ച്, പക്ഷേ കെമിക്കലിൻ്റെ കാര്യം കുറച്ചിട്ട് കൂടുതൽ ജൈവം പോണാൽ ഇനി മുൻപോട്ട് വരും കാലങ്ങളിൽ വിജയിക്കും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഏലത്തിലെ പ്രധാന കാര്യം പറഞ്ഞാൽ ഒരു രോഗമോ കീടമോ വന്നാൽ ഫസ്റ്റ് അതിനെ തിരിച്ചറിയണം. വെറുതെ കടക്കാർക്ക് ചെന്ന് ചാടി തന്നാൽ അവർ ഇഷ്ടം പോലെ മരുന്ന് തരും. ഈ എൻ്റെ അനുഭവത്തിൽ ഇവിടെ ഞാൻ 97-96 കയറിയതാണ് ജോലിക്ക്. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര മഴ, ഭയങ്കര തണുപ്പ്. വീട്ടുകാരെല്ലാം പറഞ്ഞു ഈ വേല വേണ്ട, വേറെ ജോലി നോക്കുന്നു. ഞാൻ പറഞ്ഞ് കാലാവസ്ഥ സൂപ്പറായിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് എല്ലാ ആൾക്കാരും കർഷകർക്ക് തെറ്റ് സംഭവിക്കാൻ കഴിയുമോ? ഒരു ഏലം മഞ്ചളിച്ചാൽ പട്ടണ കടയ്ക്ക് ചാടിയിട്ട് ചോദിക്കും ഇതെന്താ പ്രശ്നം ചോദിക്കും. പക്ഷെ കടക്കാർ പറയും, കടക്കാർക്കൊന്നും അറിയത്തില്ല, ചേട്ടാ നീ തന്നെ വന്നെടുത്തോ, അടിച്ചോ, കുഴപ്പമില്ല. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഏത് രോഗം കീടം ഉണ്ടാകും തിരിച്ചറിയണം. തിരിച്ചറിയാൻ പറഞ്ഞാൽ അത് ഏത് വിഭാഗം.
ശരിയില്ല എങ്ങനെ വന്ന് ഏത് സംഭവിച്ചു. ഇപ്പൊ നീ പറഞ്ഞ പോകാനില്ല വെറുതെ ഇതാ. അതുമാതിരി ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 2 വർഷം മുൻപ് ഫെബ്രുവരി മാർച്ച് ഏപ്രിലില് ചൊറി വന്നില്ല. ആ ചൊറിക്ക് കൊടുത്തില്ല ബാക്ടീരിയ മെഡിസിൻ കൊടുത്തില്ല. ബാക്ടീരിയ കണക്കാറ് തെറ്റിദ്ധാരണ. ബാക്ടീരിയ ഒരിക്കലും ചൊറി ഉണ്ടാക്കത്തില്ല. ബാക്ടീരിയ പറഞ്ഞാൽ രോഗം ഉണ്ടാക്കും. ബാക്ടീരിയ ഒരു കുമിളി. പക്ഷെ അത് ഒരിക്കലും ഏലത്തിൽ രോഗം ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷെ കടക്കാർ തെറ്റിദ്ധാരണ പറഞ്ഞ് ചേട്ടാ ഈ 2 മരുന്ന് 3 മരുന്ന് കൂട്ടി അടിച്ചാൽ വിജയിക്കും. ഏലക്കർഷകരോട് പേര് ഞാൻ ഒരു വലിയ ദയവിട്ട് 7 മരുന്ന് മിക്സിങ് പാടില്ല. മനസ്സിലായോ? കീടനാശിനി രോഗനാശിനി മിക്സിങ് പാടില്ല. അതെ മിക്സ് ചെയ്ത് അടിക്കുന്നത്. പക്ഷെ ഞാൻ പറയരുത് ഒരു രോഗം വന്നാൽ ആ രോഗത്തിന്റെ മരുന്ന് മാത്രം ചെയ്താൽ പോരെ. ഏതിന് അടിക്കുന്നത് നഷ്ടം. അതെ പറയാം കരാട്ടെ കുറിച്ച് പറയാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല ഈ സംഭവം ഒരു 2 വർഷം മുമ്പ് ഉണ്ടായി. എന്താണ് അറിയുമോ? ചൊറി പറഞ്ഞാൽ നേരത്തെ കായല മാത്രം ചെറിയ പാടുണ്ടാകും. ഇപ്പൊ ചൊറി എന്തെങ്കിലും കണ്ടോ? സ്ഥലത്തിലെയും ചൊറി ഉണ്ടായി, തണ്ടലെയും ഉണ്ടായി, ഭയങ്കര ഡാമേജ് ചൊറി കണ്ടോ? എല്ലാവരും മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് അറിയില്ലോ? നേരത്തെ 100 ചൊറി ഉണ്ടായി, 100 എണ്ണം ഉണ്ടാകും കീടങ്ങൾ. ഈ ചെറിയ പെയിൻ പറഞ്ഞാൽ ഇലപ്പെയിൻ മാതിരി ഉണ്ടാകും, തലപ്പെയിൻ. ആ പെയിൻ കരാട്ടെ അടിക്കുമ്പോൾ 100 300 ആകും. എക്കാലത്തും കരാട്ടയും ഒരിക്കലും പാടില്ല. 2 വെവ്വേറെ ഗ്രൂപ്പാണ്. എക്കാലത്തും പറഞ്ഞാൽ ആർഗനോ പാസ്പറസ് ഗ്രൂപ്പ്, കരാട്ടയും പറഞ്ഞാൽ സിന്തറ്റിക് പൈത്തൈൻ പുതിയ ഗ്രൂപ്പാണ്. ഈ പുതിയ ഗ്രൂപ്പ് മരുന്നുകളും പഴയ ഗ്രൂപ്പ് മരുന്നുകളും ഒരിക്കലും ഒട്ടത്തില്ല. ഇപ്പൊ ഇനി ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്, 80 വയസ്സുണ്ട്, മൊബൈൽ ഉപയോഗിക്കാതെ, മൊബൈൽ അറിയാതെ, ലാൻഡ് ലൈൻ ഫോൺ ഉണ്ട്. ലാൻഡ് ലൈൻ ഫോൺ കണ്ടിട്ടുണ്ട് എല്ലാവരും. ട്രങ്കാൽ ബുക്സ് ചെയ്ത് പേസണം. അതുമാതിരി ഒരിക്കലും ഈ എക്കാലക്സോ മറ്റു ഗ്രൂപ്പ് കെമിക്കലും കരാത്തെ മിക്സ് ചെയ്യാൻ പാടില്ല. കരാത്തെ തനിച്ചടിക്കാം, പക്ഷെ കരാത്തെ ഡോസ് കൂടാ ചൊറി കൂടും. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ചേട്ടന്റെ പേര് അപ്പൊ പറഞ്ഞത് കറക്റ്റാണ്. കരാത്തെ മാത്രം കൊടുത്താൽ തുടർച്ചയായിട്ട് അടിച്ചാലും പ്രശ്നമാണ്. കരാത്തെ കൊടുക്കാം, വർഷത്തിൽ 1 പ്രാവശ്യം കൊടുക്കാം. ഡോസ് എഴുതിക്കുന്നത് കരാത്തെ 40 to 50 മില്ലി 100 ലിറ്റർ, 200 ലിറ്റർ വരുമ്പോൾ 100 മില്ലി മതി. കൂടുതൽ ഡോസ് പാടില്ല. കൂടുതൽ ഡോസ് അടിച്ചാൽ എല്ലാം പ്രശ്നമാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ചരം കായ് മൊത്തം ചൊറി. നെക്സ്റ്റ് ഇത് ഒരു ഊറൻ പറയും. ഇവിടെ ഈ 2-3 ഊറൻ കണ്ടിട്ടുണ്ടോ? ഊറൻ ഭയങ്കര പ്രശ്നമാണ്. ഊറൻ എന്തിനാണ് സംഭവിച്ചറിയുമോ? കരാത്തയും പഞ്ചസൈൽ ഇൻസെക്സൈൽ എല്ലാം മിക്സിംഗ് ആയിട്ട് അടിക്കുമ്പോൾ ഊറൻ പ്രശ്നമാണ്. ഊറൻ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വേപ്പ് നീം ആയിൽ നമ്മുടെ നിംബിസിരി നിംബിസിരി NIMICID നിംബിസിരി NIMIBICIDINE നിംബിസിരി. ആ മരുന്ന് പിന്നെ സോപ്പ് അപ്സ ഉണ്ടല്ലോ, അത് അടിച്ചാൽ മാറിക്കൊള്ളും. ഡോസ് 150 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ. ഇതിന്റെ കൂടുതൽ സോപ്പ് 50 മില്ലി സോപ്പ് ഉണ്ടല്ലോ, സോപ്പ് സൊല്യൂഷൻ അത് മിക്സ് ചെയ്താൽ ഊറൻ മാറി. നിംബിസിരി. ഈ നിംബിസിൻ പറഞ്ഞാൽ നിംബിസിലുള്ളത് വേപ്പന്റെ ചാറ, വേപ്പ്. അതുമാതിരി ജൈവരീതിയായിട്ടുള്ളത് കൊടുത്താലേ ഇതുമാതിരിയുള്ള കിഴങ്ങൾ മാറിക്കൊള്ളും. ഇതിക്ക് കൂടുതൽ ഈ കെമിക്കൽ അടിച്ചാൽ ഇതും വർദ്ധിപ്പിക്കും. ഒരു ഘട്ടത്തിൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പാടില്ല. ഇപ്പൊ ഈ ഇങ്ങനെ മനസ്സിലായോ ഊറലുണ്ട്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഏല കൃഷിയിലെ 2 ഏലം ഉണ്ട്. ഒരു ഏലം വഞ്ചി ഏലം പറയും, സിക്കിമിലുണ്ട് മേലുണ്ട്. മറ്റൊരു ഏലം ചെറിയ ഏലം എലറ്റേരിയ കാലം പറയുന്നത് നമ്മൾ ഇടുക്കിയിൽ മാത്രമുണ്ട്, കർണാടകമുണ്ട്, തമിഴ്നാടുണ്ട്, കൊടൈക്കനാലില്ല. പക്ഷെ ഈ സിക്കിം ഉണ്ടല്ലോ, സിക്കിം ആ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് മൊത്തം തന്നെ ജൈവരീതിയായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിന്റെ സത്യവും ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് നാളെ അന്ന് മീറ്റിംഗ് ഉണ്ടായി തിരുവനന്തപുരത്ത്. ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാർ തന്നെ അവരെല്ലാം ഉണ്ടായി. അവരെന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾ ഇത്ര വർഷം അനുഭവം ഉണ്ടല്ല, ഇടുക്കിയിൽ എന്തെങ്കിലും ഒരു വില്ലേജ് ഒരു ഗ്രാമം തന്നെ ജൈവമായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് സാറ്
ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെ? ഫസ്റ്റ് എല്ലാവരും സിക്കിം കണ്ടു പഠിക്കണം. ഒരു സ്റ്റേറ്റ് മൊത്തം എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് അറിയുമോ? 8 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. 8 മാവട്ടം, ചെറിയ ഡിസ്ട്രിക്റ്റാണ്. ആ സ്റ്റേറ്റ് മൊത്തം ജൈവരിയായിട്ട് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രി ഇല്ല, പ്രധാനമന്ത്രി. അപ്പോൾ അതിൻ്റെ ചരിത്രം അവിടെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്, ICRI അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗവേഷണക്കാരെല്ലാം ചോദിച്ചപ്പോൾ അവിടെ പ്രധാന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. 16 വർഷം ജൈവരിയായിട്ട് കൃഷി ചെയ്തു, വിജയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയം നടപ്പാക്കി സ്റ്റേറ്റ് മൊത്തം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇടുക്കിയിൽ അങ്ങനെ സാധ്യതയുണ്ട്, ഒരു വില്ലേജ് തന്നെ എന്താ നടക്കത്തില്ല. അയ്യോ, ഇത്ര വയസ്സാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ. കറക്റ്റ്, മനസ്സിലായി. അപ്പോ ഞാൻ ഇൻഫോം കൊണ്ട് പറ്റണോ? കറക്റ്റ്, അത് മതി. ഈ തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ആ മുഖ്യമന്ത്രി 16 വർഷം ജൈവരിയായിട്ട് ചെയ്യും, ആ 1 ഇയർ. പിന്നെ സക്സസ് ആയി. മുഖ്യമന്ത്രി തന്നെ കോൺഫിഡൻസ് വന്ന് നമുക്ക് ജൈവരിയായിട്ട് പ്രഖ്യാപിക്കാം. പ്രധാനമന്ത്രി വിളിച്ച് എല്ലാ സ്ഥലവും കാണിച്ചു. പ്രധാനമന്ത്രി ഒരേ ഒരു സമയം ഈ തൻ്റെ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് സിക്കിമിൽ 3 ദിവസം വരുന്ന ഈ സ്ഥലം മൊത്തം കണ്ടു, മൊത്തം മനസ്സിലാക്കി. 4ാം ദിവസം പ്രഖ്യാപിച്ച് സിക്കിം മൊത്തം തന്നെ ആഗമിച്ചു. കണ്ടോ വിജയം? അയ്യോ